ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വളരെ സങ്കടത്തോടെ വിശാൽ വിപിനോട് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വിപിനെക്കുറിച്ചും പിന്നെ സ്വത്തിനെക്കുറിച്ചും ഒക്കെ പറയുകയാണ്. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ സ്വത്തെല്ലാം ഭാഗം വെച്ച് തരേണ്ടതായിരുന്നു, പക്ഷേ ഞാനത് ചെയ്തില്ല. എന്നാൽ ഇത് കേട്ട് വിപിൻ പറയുന്നുണ്ട് സങ്കടത്തോടെ, ചേട്ടാ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കല്ലേ. ഇവർ സംസാരിക്കുന്നത് പല്ലവി മറഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ചേട്ടാ ഇതൊക്കെ പറയുമ്പോൾ വലിയൊരു അകൽച്ചയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഏട്ടാ എനിക്ക് വിനയും ഏട്ടനും ഒരുപോലെ തന്നെയാണ്. എന്നാലും ഏട്ടൻ്റെ സ്ഥാനം വിനയേക്കാൾ ഒരുപടി മുന്നിലാണ്. കാരണം ഞാൻ ജീവിതം പഠിച്ചത് നിങ്ങളിൽ നിന്നാണ്. ഇപ്പോൾ ഞാൻ നന്നായിട്ട് ജീവിക്കുന്നത് നിങ്ങൾ കാരണമാണ്. എൻ്റെ മനസ്സിൽ അമ്മയ്ക്ക് തുല്യമാണ് നിങ്ങളുടെ സ്ഥാനം. അതുകൊണ്ട് ഏട്ടൻ എന്നെ സങ്കടപ്പെടുത്തുന്ന വർത്തമാനമൊന്നും പറയരുത്. എൻ്റെ ഹൃദയത്തിലൊരു വിശാലേട്ടനുണ്ട്. അത് എന്നും അങ്ങനെ തന്നെ വേണം. ഇരിക്കട്ടെ. വിശാൽ പറയുന്നു, ശരി അതൊക്കെ വിട്. കല്യാണം കഴിഞ്ഞിട്ട് നീ ഇതുവരെ പല്ലവിയെ വിളിച്ച് പുറത്തൊന്നും പോയിട്ടില്ലല്ലോ. എന്താണ് നിന്റെ ഉദ്ദേശം? അവളിങ്ങനെ വീട്ടിൽ പൂട്ടിയിടാൻ പോവുകയാണോ? അത് ഞാൻ ബിസി ആയതുകൊണ്ടാണെന്ന് വിപിൻ പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു, എന്ത് ബിസി? എടാ തിരക്കൊക്കെ അതിൻ്റെ വഴിക്കുണ്ടാവും. എന്നെ കരുതി ജീവിക്കാൻ മറന്നു പോവരുത്. നീ അവളെ കൊണ്ടേ പുറത്തേക്ക് ഒന്ന് പോകണം. അവളുടെ ഇഷ്ടങ്ങൾ കണ്ടറിഞ്ഞ് പെരുമാറണം. അവൾ ആഗ്രഹിക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. കഴിഞ്ഞതൊക്കെ മറന്ന് അവളെ ഉള്ളുകൊണ്ട് സ്നേഹിക്കണം. പറഞ്ഞാൽ മാത്രം പോരാ, എനിക്ക് അതൊക്കെ കാണാൻ വേണം. മോനെ വിപിനെ, ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചില്ലെങ്കിലേ നീ നല്ല പെട വാങ്ങിക്കും. ശരി അനുസരിച്ചോളാമേ എന്ന് ചിരിച്ചുകൊണ്ട് വിപിൻ പറയുന്നു. എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് എന്ന് പറഞ്ഞ് വിപിൻ അകത്തേക്ക് പോകുന്നു. അകത്തേക്ക് വന്നപ്പോൾ പല്ലവി വിപിനോട് പറയുന്നു, എന്താണ് ചേട്ടന് വേണ്ടി ജോലിയൊക്കെ ചെയ്ത് കൊടുത്തോ, അതോ ഇനി ചെയ്യാൻ ബാക്കിയുണ്ടോ? അതെന്താ അങ്ങനെ ഒരു ചോദ്യമെന്ന് വിപിൻ പറഞ്ഞപ്പോൾ വീണ്ടും പല്ലവി പറയുന്നുണ്ട്, ഞാൻ എത്ര നേരമായി സാറിനെ കാത്തിരിക്കുന്നതെന്നറിയോ? എപ്പോഴും ചേട്ടൻ ചേട്ടൻ എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. എന്നെക്കുറിച്ച് ഒരു ചിന്തയുമില്ല. ചേട്ടനാണെങ്കിൽ സാറിനെ കൊണ്ട് ജോലി അടുപ്പിക്കുക എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ സാറിന് ഒരു ഫാമിലി ഉണ്ട് എന്നുള്ള ചിന്തയൊന്നും ചേട്ടനുള്ളതായിട്ട് ഞാൻ കരുതുന്നില്ല. എൻ്റെ പൊന്നു പല്ലവി, നീ എന്തറിഞ്ഞിട്ടാ ഈ സംസാരിക്കുന്നത്? നീ കരുതുന്ന പോലെ ഒരാളല്ല ഏട്ടൻ. എന്നെ ഒരു കാര്യത്തിനും മൂപ്പരെ നിർബന്ധിക്കാറില്ല. ഇപ്പോൾ തന്നെ നീ കേട്ടില്ലേ, നിന്നെ കൊണ്ട് പുറത്തേക്ക് ഒന്ന് പോയിട്ട് നിന്റെ ഇഷ്ടം നോക്കി പെരുമാറണം എന്ന് ഉപദേശിച്ചിട്ടാ ചേട്ടൻ എന്നെ പറഞ്ഞു വിട്ടത്. അതുകൊണ്ട് നമുക്ക് പുറത്തേക്കൊക്കെ ഒന്ന് പോയിട്ട് വരാം. ഇത് കേട്ട് പല്ലവി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഭാര്യയും കൊണ്ട് പുറത്തേക്ക് പോകണമെങ്കിൽ ചേട്ടൻ പറയണം. അല്ലാതെ സ്വന്തം തീരുമാനമൊന്നുമില്ല. ആരെങ്കിലും പറഞ്ഞിട്ടല്ല ഭാര്യയുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പെരുമാറേണ്ടത്. സ്വയം തോന്നണം. ഞാൻ താലികെട്ടി പെണ്ണാണെന്നും അവൾ കല്ലിലോ മരത്തിലോ തീർത്ത പ്രതിമയല്ല എന്നും അവൾക്ക് വികാരങ്ങളും വിചാരങ്ങളും ഉണ്ട് എന്നും ഭർത്താവ് സ്വയം തിരിച്ചറിയണം. അത് ഇതുവരെ ഉണ്ടായില്ലല്ലോ. ഞാൻ ഇനി ഇപ്പോൾ എവിടെയുമില്ല. പോണമെങ്കിൽ തനിച്ച് പോയാൽ മതിയെന്നും പല്ലവി പറയുന്നു. ഇത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് വിപിൻ. പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ റിയ ഇങ്ങനെ മുറിയിൽ നിൽക്കുകയായിരുന്നു. അവിടേക്ക് വളരെ സന്തോഷത്തോടെ വിപിൻ കയറി വരുന്നു. വിപിൻ്റെ കയ്യിൽ ഒരു കിറ്റൊക്കെ ഉണ്ട്. എന്താ ഇത് എന്ന് റിയ ചോദിച്ചപ്പോൾ കിറ്റിൽ നിന്നും ഒരു സംഭവം എടുക്കുകയാണ് വിനയ്. അത് മറ്റൊന്നും ആയിരുന്നില്ല, കുറച്ച് മുല്ലപ്പൂക്കളായിരുന്നു. സ്നേഹത്തോടെ ആ മുല്ലപ്പൂക്കൾ റിയ വിനയുടെ കയ്യിൽ നിന്ന് വാങ്ങി. എന്നിട്ട് അവിടെ വെച്ചു. എന്നിട്ട് വിനയ് ഒരു ഡ്രസ്സും റിയയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നത് എന്തിനാണെന്ന് റിയ ചോദിക്കുന്നു. സാധാരണ ഷോപ്പിങ്ങിന് പോകുമ്പോൾ നിനക്ക് ആവശ്യമുള്ളതൊക്കെ നീ തന്നെയല്ലേ മേടിക്കുന്നത്? അതാണല്ലോ പതിവ്. ഇന്ന് അതിൽ നിന്നും ഒരു വ്യത്യാസമായിക്കോട്ടെ എന്ന് കരുതി, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ വാങ്ങിയതെന്ന് വിനയ് പറയുന്നു. അറിയാലോ, ഇന്നത്തെ രാത്രി നമുക്ക് വളരെ സ്പെഷ്യലാണ്. ഇത് കേട്ട് റിയ മനസ്സിൽ വിചാരിക്കുന്നു, എടാ പൊട്ടാ, നിന്നെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്താണോ ഇങ്ങനെ ഒരു ചിന്ത എന്ന് വിനയ് പറഞ്ഞപ്പോൾ റിയ പറയുന്നു, ഇന്നത്തെ രാത്രി സ്പെഷ്യലായോണ്ട് കുറച്ചുകൂടി ചൂട് പിടിപ്പിക്കാൻ എന്തെങ്കിലും ആയാലോ? വാട്ട് യു മീൻ എന്ന് വിനയ് ചോദിക്കുന്നുണ്ട്. ഒന്ന് കണ്ണടച്ച് ഞാൻ പറയാതെ തുറക്കരുതെന്ന് റിയ പറയുന്നു. വിനയ് കണ്ണടച്ച് നിൽക്കുന്നു. എന്തായിരിക്കും ഇവളുടെ ഉദ്ദേശമെന്ന് റിയ വിചാരിക്കുന്നുണ്ട്. ഇതെല്ലാം പാർവതിയും ഗാർഗിയും കാണുന്നുണ്ടായിരുന്നു. റിയ എവിടേക്ക് വന്നിട്ട് പറയുന്നു, ഇനി തുറന്നോളൂ. എന്താടോ, എവിടെ താൻ പറഞ്ഞ സാധനം? അത് മറ്റൊന്നുമല്ല, മദ്യമാണ്. താനാണ് കൊള്ളാലോ. ഇതിൽ നിന്ന് ഒരു ചെറുതും കൂടി ആയാൽ പൊളിയല്ലേ എന്നും റിയ പറയുന്നു. നമ്മുടെ മുന്നിൽ വല്ലാത്ത ഒരു മനപ്പൊരുത്തമാണ് റിയ. ഞാനിത് മനസ്സിൽ വിചാരിച്ചതാണ്. അപ്പോഴേക്കും താനത് മുന്നിൽ കൊണ്ട് വെച്ചിരിക്കുന്നു. ഇനി നമ്മളൊരു പൊളിക്കുമെന്ന് വിനയ് പറയുന്നുണ്ട്. ആവാലോ. അങ്ങനെ റെഡിയായിട്ടിരിക്കുകയാണ് രണ്ടുപേരും. വിനയ്ക്ക് മദ്യം ഗ്ലാസ്സിൽ ഒഴിച്ച് കൊടുക്കുകയാണ് റിയ. വിനയ് മദ്യം കഴിക്കുന്നു. വിനയ് ഒരു ഗ്ലാസ് ഒഴിച്ച് റിയയ്ക്ക് കൊടുക്കുന്നു. എന്നാൽ എനിക്ക് വേണ്ട എന്ന് റിയ പറയുന്നുണ്ട്. വിനയ് നിർബന്ധിക്കുന്നു. വിനയ് കുടിച്ചോളൂ എനിക്ക് പറയുകയാണ് റിയ. അങ്ങനെ വിനയ് തന്നെ ആ മദ്യവും കുടിക്കുന്നു. ഇത് കണ്ട് ഗാർഗിയും പാർവതിയും ടെൻഷനോടെ നിൽക്കുകയാണ്. പിന്നെയും വിനയ് സ്വന്തമായി ഒഴിച്ചു കുടിച്ചു. അതിനിടയിൽ റിയ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അവസാനം ബോധം പോയി വിനയ് അവിടെ കിടക്കുന്നു. അതിനിടയിൽ റിയയെ പുകഴ്ത്തുന്ന കുറച്ച് വാക്കുകളും വിനയ് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ട് പുച്ഛത്തോടെ ഇരിക്കുകയാണ് റിയ. ഈ സമയം ഗാർഗിയും കൂട്ടി പാർവതി പോയി. ഗാർഗി എനിക്കൊരു ഐഡിയ തോന്നുന്നു എന്ന് പാർവതി പറയുന്നു. ഗാർഗി ചോദിക്കുന്നുണ്ട് എന്ത് ഐഡിയ ആണെന്ന്. അങ്ങനെ പാർവതി ഒരു ഐഡിയ ഗാർഗിയോട് പറഞ്ഞു കൊടുത്തു.
ഇതൊന്നും ശരിയാവില്ല, പറ്റിക്കുക എന്നൊക്കെ വെച്ചാൽ എന്ന് ഗാർഗി പറഞ്ഞപ്പോൾ പാർവതി പറയുന്നുണ്ട്, ഗാർഗി നമ്മൾ ചതിക്കുന്നവർക്ക് നമ്മൾ അതേ രീതിയിൽ മറുപടി കൊടുക്കണം. അത് മാത്രമല്ല, നീ എന്തിനാ പേടിക്കുന്നത്? നിയമപരമായിട്ട് നീ വിനയുടെ ഭാര്യയല്ലേ? ഗാർഗി, നീ ഇത് നിനക്ക് അവകാശപ്പെട്ടതാണ്, നീ എന്നെ പറയുന്നതൊന്ന് കേക്ക്. അല്ല പാർവതി, ഇതൊക്കെ നടക്കുമോ എന്ന് ഗാർഗി ചോദിക്കുന്നു. നടക്കും, നീ ധൈര്യമായിട്ടിരിക്കെ, കൂടുതൽ ആലോചിക്കാൻ ഒന്നുമില്ല, നീ ഇവിടെ നിൽക്കുക. ഞാൻ പോയി വിശാൽ സാറിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പോൾ വരാമെന്ന് പാർവതി പറയുന്നു. ഈ സമയം വിശാലിന്റെ മുറിയിലേക്ക് പാർവതി വന്നു. ഒരു ഗ്ലാസ് പാല് കൊടുത്തു. ഇത് കുടിക്ക് സാർ, ഞാൻ ഇപ്പോൾ വരാമെന്ന് പാർവതി പറയുന്നു. താൻ എവിടെ പോന്നു? എന്താണ് ഒരു വെപ്രാളവും പരവേശമൊക്കെ എന്ന് വിശാൽ ചോദിക്കുന്നുണ്ട്. അതൊരു കാര്യമുണ്ടെന്ന് പാർവതി. എൻ്റെ കാര്യമെന്ന് വിശാൽ പറഞ്ഞപ്പോൾ അതൊക്കെ ഉണ്ട് എന്ന് പാർവതി പറയുന്നു. എന്താടോ, ഞാൻ അറിയാൻ പറ്റാത്ത വല്ല കാര്യമാണോ എന്ന് വിശാൽ ചോദിക്കുന്നു. അങ്ങനെയൊന്നുമില്ല, ഇന്ന് ഗാർഗിക്ക് ഒരു പ്രത്യേകതയുള്ള ദിവസമാണ്, ഞാൻ അവൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് പാർവതി പോകാൻ തുടങ്ങുന്നു. എൻ്റെ പ്രത്യേകത എന്ന് വിശാൽ ചോദിക്കുന്നുണ്ട്. എൻ്റെ പൊന്നു മോനിപ്പോ അതൊന്നും അറിയണ്ട, ഇത് ഞങ്ങൾ പെണ്ണുങ്ങളുടെ കാര്യമാണ്. സാറിന് അതിപ്പോൾ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാണെന്ന് പാർവതി ചോദിക്കുന്നു. പോകുന്നതിന് മുമ്പ് ഈ പാല് ഇയാളുടെ കൈകൊണ്ട് എനിക്ക് തന്നാൽ മതിയെന്ന് വിശാൽ പറയുന്നു. അങ്ങനെ പാർവതി തന്നെ പിടിച്ചു കൊടുത്തു വിശാലിനെ. ശേഷം പാർവതി അവിടെ നിന്ന് പോയി. വിശാൽ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയം റിയ കണ്ണാടിയിൽ നോക്കി പറയുന്നു, ഈശ്വരാ, നീ എനിക്ക് ഈ സൗന്ദര്യം തരാതിരുന്നെങ്കിൽ ഞാൻ ഈ ആണുങ്ങളെയൊക്കെ എങ്ങനെ വീഴ്ത്തുമായിരുന്നു. അപ്പോഴാണ് ഗാർഗി ഒരു ഗ്ലാസ് പാലുമായി അവിടെ എത്തിയത്. ഡേ, ഒരാളുടെ പ്രൈവറ്റ് റൂമിലേക്ക് കയറി വരുന്നത് എങ്ങനെയാണോ? നിനക്ക് അല്പമെങ്കിലും ഉണ്ടോ എന്ന് റിയ പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നു, പ്രൈവറ്റ് റൂമോ? ഇത് ആരുടെ പ്രൈവറ്റ് റൂം? ഇത് എനിക്കും എൻ്റെ ഭർത്താവിനും കൂടിയുള്ള ഒരു മുറിയാണ്. ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടിയാ ഈ പാല് കൊണ്ടുവന്നിരിക്കുന്നത്, അത് ചോദ്യം ചെയ്യാൻ നീ ആരാ? ഡി എന്നെ ദേഷ്യത്തോടെ റിയ പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നു, നീ കൂടുതൽ സംസാരിക്കുകയൊന്നും വേണ്ട, മാരുടെ അങ്ങോട്ട്. ഈ പാല് എനിക്ക് വിനയ്ക്ക് കൊടുക്കണം. അയ്യോ കഷ്ടം, നീ കുറച്ച് ലേറ്റായി പോയല്ലോ. ഇനി ഇത് കുടിച്ചാലേ വിനയുടെ ഉള്ളിൽ കിടക്കുന്ന സാധനം പിരിയും. ആശാനിപ്പോൾ നല്ല ഫിറ്റാണ്, കെട്ടുമാറാൻ വേണ്ടി ബാത്റൂമിൽ നിന്ന് കുളിക്കാണ്, തല പൊങ്ങുന്നില്ല. കുളിച്ചിട്ട് വന്നിട്ടേ കിടന്നുറങ്ങും, അതാ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ പാല് നീങ്ങടുത്തേക്ക് ഇത് ഞാൻ കുടിക്കാമെന്ന് പറഞ്ഞെറിയ അത് വാങ്ങിച്ചിട്ട് അതെല്ലാം കുടിച്ചു. എന്നാൽ ഗാർഗിയും പാർവതിയും കൂടി റിയയ്ക്ക് ഒരു പണിയാണെന്ന് റിയ മനസ്സിലാക്കാതെയാണ് ആ പാല് മുഴുവനും കുടിച്ചത്. ദേഷ്യത്തോടെ ഗാർഗി പോയി. എന്തായെന്ന് പാർവതി പുറത്തുനിന്ന് ചോദിക്കുന്നുണ്ട്. അവർ സന്തോഷത്തോടെ നിൽക്കുന്നു. ഗ്ലാസ് അവിടെ താത്ത് വെക്കാനുള്ള സമയം പോലും റിയയ്ക്ക് കിട്ടിയില്ല. അപ്പോൾ തന്നെ ബോധം കെട്ട് വീഴുകയാണ്. പാർവതിയും ഗാർഗിയും കൂടി അവിടെ വന്നിട്ട് റിയയെ വിളിച്ചു നടത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാലിൽ കലക്കി കൊടുത്ത സംഗതി ഏറ്റു എന്ന് പാർവതി സന്തോഷത്തോടെ പറയുന്നു. അങ്ങനെ ആ കുപ്പിച്ചില് ഗാർഗി എടുക്കാൻ തുടങ്ങിയപ്പോൾ പാർവതി പറയുന്നു, ഡിനി ഇത് എന്ത് ചെയ്യാൻ പോവുക? ആദ്യം വന്ന ജോലി തീർക്ക്, അതൊക്കെ ഞാൻ ചെയ്തോളാം. ചെല്ലേ പോയി ഡ്രസ്സ് മാറി വാ എന്ന് പറഞ്ഞ് വിനയ് റിയയ്ക്ക് വാങ്ങിക്കൊണ്ടുവന്ന ആ ഡ്രസ്സ് ഇപ്പോൾ ഗാർഗി എടുത്തണിയുന്നു. എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു. സൂപ്പർ, അടിപൊളി എന്ന് പാർവതിയും. ആ സാധനം തന്നെ പൊക്കി അടിയിലിടണം എന്ന് പാർവതി പറയുന്നുണ്ട്. അങ്ങനെ പാർവതിയും ഗാർഗിയും കൂടി റിയയെ പൊക്കിയെടുത്ത് കട്ടിലിനടിയിലേക്ക് ഇടുകയാണ്. ഗാർഗി നല്ല ടെൻഷനോടെ നിൽക്കുന്നു. ഒരു ഓൾ ദി ബെസ്റ്റും കൊടുത്തിട്ട് പാർവതി പോകുന്നു. വളരെ ടെൻഷനോടെ നിൽക്കുകയാണ് ഗാർഗി. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതി ഹോളിൽ ഇരിക്കുകയാണ്. സുശീല അവിടേക്ക് വന്നു. കിടക്കുന്നില്ലേ ചേച്ചി? നേരം എത്രയായെന്നൊക്കെ ചോദിക്കുന്നു. ഉറക്കം വരുന്നില്ല, മനസ്സിന് ഒരു സമാധാനം കിട്ടുന്നില്ലെന്ന് പ്രഭ പറയുന്നു. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നോ, ഇപ്പോൾ ആ പ്രതീക്ഷകൾക്കൊന്നും ഒരു അർത്ഥവുമില്ലാതായി പോയല്ലോ. എത്ര തേനും പാലും ഊട്ടി വളർത്തിയാലും പോറ്റമ്മ എന്നും പോറ്റമ്മ തന്നെയാ. വിശാലം ഞാൻ എങ്ങനെയാ വളർത്തിയത്? അവൻ എന്തെങ്കിലും ഒരു കുറവ് ഞാൻ അറിയിച്ചിട്ടുണ്ടോ? അവൻ എന്തെങ്കിലും വേർതിരിവ് ഞാൻ കാണിച്ചിട്ടുണ്ടോ? സുശീലയ്ക്ക് അതൊക്കെ അറിയാമെന്ന് സുശീല ഒന്ന് പറയേ. ഒരിക്കലുമില്ല, ഒരു വേർതിരിവും വിശാലിനോട് പ്രഭേച്ച് കാണിച്ചിട്ടില്ല. ചേച്ചി വിശാലിന് വേണ്ടി ചെയ്തത് വലിയൊരു ത്യാഗം തന്നെയാണ്. ചേച്ചിയുടെ 2 മക്കളെക്കാൾ ചേച്ചി കൂടുതൽ സ്നേഹിച്ചത് വിശാലിനെ തന്നെ ആയിരുന്നല്ലോ എന്ന് സുശീല പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു, എല്ലാം ശരിയാണ്, പക്ഷേ സ്വത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയൊരു തീരുമാനം വന്ന സ്ഥിതിക്ക് എനിക്കും എൻ്റെ മക്കൾക്കും ഒന്നുമില്ലാതായി പോകുമോ എന്നൊരു തോന്നൽ. സുശീലെ, ബിബിനും വിനയനും കുഞ്ഞ് ജനിച്ചില്ല എങ്കിൽ സ്വത്തുക്കളും മുഴുവനും വിശാലിന് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കായിരിക്കില്ലേ? പിന്നെ എന്താണ് സുശീലെ ഞങ്ങൾക്കുള്ളത്? ഇതാലോചിച്ചാണോ പ്രഭേച്ചി കാട് കയറുന്നത്? ചേച്ചി വിശാൽ നന്ദിയില്ലാത്തവനൊന്നുമല്ല. അവനൊരിക്കലും ചേച്ചിയെ മക്കളെ മറക്കില്ല. ഗായത്രി ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് ചേച്ചി അവർ വളർത്തിയിട്ടുണ്ടെങ്കിൽ അതിന് തക്ക പരിഗണന ചേച്ചിക്ക് അവർ തരും. ചേച്ചിക്കും മക്കൾക്കും ഒന്നുമില്ലാത്ത ഒരു സ്ഥിതി എന്തായാലും ഇവിടെ സംഭവിക്കില്ല. എന്തായാലും ചേച്ചിയുടെ ഈ വിഷമം ഞാൻ ഗോപിയേട്ടനോട് സംസാരിക്കാം. ഇപ്പോൾ ചേച്ചി ഉറങ്ങാൻ നോക്ക് എന്നും സുശീല പറയുന്നു. സുശീല ചെല്ലെ, ഞാൻ കിടന്നോളാമെന്ന് പ്രഭാവതിയും പറയുന്നു. അങ്ങനെ സുശീല അവിടെ നിന്ന് പോയപ്പോൾ പ്രഭാവതി വിചാരിക്കുന്നു, എടി സ്വത്തുക്കൾ എനിക്ക് തന്നെ കിട്ടും. ആരെ കൊന്നിട്ടായാലും ഞാനത് നേടിയെടുക്കും. അത് എൻ്റെ കയ്യിലേക്ക് കിട്ടിക്കോട്ടെ. അപ്പോൾ കാണാം നിന്റെയും നിന്റെ ചേട്ടൻ്റെയും ഗതി. എന്തായാലും സ്വത്ത് കിട്ടുന്നത് വരെ നിന്റെ ഒരു പിന്തുണ എനിക്ക് ആവശ്യമാണ്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.